ഹലോ, വെൽക്കം ടു EGS B.Ed ക്ലാസ്സസ്. നമ്മൾ ഇന്ന് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് അസസ്മെന്റ് എന്നുള്ള ഒരു പോർഷനാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കാത്തതുണ്ട്. ആ ഒരു പാർട്ടും കൂടെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടൈപ്പ് ഓഫ് അസസ്മെന്റിൽ ഓൾറെഡി നമ്മൾ രണ്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ നമ്മൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് കുറച്ചുകൂടെ വെറൈറ്റി ഓഫ് ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ബാലൻസ് ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ. ഗ്രേഡിംഗ്. എന്താ ഗ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാർട്ട് തന്നെയായിരിക്കും അല്ലെ. ഗ്രേഡ് അസൈൻ ചെയ്യുക അല്ലെ. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഗ്രേഡ്സ് എന്നാണ് അതിന്റെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഗ്രേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൽ നിന്നാണ് ഗ്രേഡിംഗ് എന്നുള്ള ആ ഒരു വേർഡ് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് സ്റ്റെപ്പ് എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ഗ്രേഡിംഗിൽ ചെയ്യുന്നത്, നമ്മൾ സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് പെർഫോമൻസിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തു അല്ലെ. ഇങ്ങനെയാ ക്ലാസിഫൈ ചെയ്യാം. ഒരു 100-ലാണെന്നുണ്ടെങ്കിൽ 90 to 100 വരെ സ്കോർ ചെയ്ത കുട്ടികൾക്ക് A+. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ലെവലിലുള്ള സ്റ്റുഡൻസിന് പെർട്ടിക്കുലർ ലെവലിൽ പെർഫോം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലെവലിൽ മാർക്ക് അറ്റൈൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു ഗ്രേഡ് കൊടുക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ്, ഒരു ഗ്രേഡ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് എന്ന് പറയാം. When the student level of performance are classified into few classificatory units by using letter grade, this system of assessment is known as grading system. അല്ലെ, എന്താ ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾക്ക് നമ്മളൊരു ലെറ്റർ വെച്ചിട്ട്, ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ഒരു ലെറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയാം അല്ലെ. ഗ്രേഡിംഗ് സിസ്റ്റം പല ടൈപ്പ് ഉണ്ട്. 9 പോയിന്റ്സ് ഉള്ള ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ നമ്മൾ തന്നെ നമുക്കറിയാം അല്ലെ, CBSE പാറ്റേണിലൊക്കെ A1 A2 B1 B2 അങ്ങനെയാണ് വരുന്നത് അല്ലെ. അതായത് A+A B+B എന്നുള്ളതിന് പുറമെ A1 A2 A2 B3 ആ ഒരു A1 A2 B1 B2 ആ ഒരു കാറ്റഗറിയിലുള്ള എന്തും വരുന്നുണ്ട്, ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നുണ്ട് അല്ലെ. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഓൾ ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗ്രേഡ് പോയിന്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ ലെറ്റർ ഗ്രേഡിനും, ലെറ്റർ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ABCDE അങ്ങനെ ആൽഫബറ്റ്സ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. പിന്നീട് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വേറെ ലെവലിലോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ന്യൂമറിക്കൽ വാല്യൂവിനെ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും അല്ലെ. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇപ്പൊ A+-നാണെങ്കിൽ 4 പോയിന്റ് ആണ്. അങ്ങനെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേഡ് പോയിന്റ് ആണ് കിട്ടിയത് എന്നുള്ളത്, അതായത് ഗ്രേഡ് പോയിന്റിന്റെ ആവറേജ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ ഗ്രേഡ് പോയിന്റ് നോക്കും, പിന്നെ എത്ര സബ്ജക്റ്റ് ആണോ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും അല്ലെ. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡ് പോയിന്റ് ആവറേജ് കാണുക അല്ലെ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഗ്രേഡിംഗിൽ പഠിക്കേണ്ട കാര്യം എന്താണ്, ഒരു പെർട്ടിക്കുലർ ലെവലിൽ വരെ മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവലിൽ വരെ പെർഫോം ചെയ്തിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ലെറ്റർ ഗ്രേഡ് വെച്ചിട്ട് യൂസ് ചെയ്യും. ആ ലെറ്റർ ഗ്രേഡിന് എന്തുകൂടെ അസൈൻ ചെയ്യുന്നുണ്ട്, ഒരു ന്യൂമറിക്കൽ വാല്യൂ കൂടെ അസൈൻ ചെയ്യുന്നുണ്ട്. അതായത് 9 8 7 6 അങ്ങനെയുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അസൈൻ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ ഗ്രേഡ് പോയിന്റ് ആവറേജ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഗ്രേഡ് പോയിന്റ് കണ്ടിട്ട് എന്ത് ചെയ്യും, അതിന് എത്ര സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ എത്ര ഐറ്റംസ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡിഗ്രി ലെവലിൽ തന്നെ നോക്കാം, നമുക്ക് കുറച്ചധികം സബ്ജക്റ്റ് ഉണ്ടല്ലേ. ഒരു 5 സബ്ജക്റ്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിൽ എനിക്ക് എന്ത് കിട്ടി, A കിട്ടി. അപ്പൊ എനിക്ക് 9 ആണ് എന്ത് ചെയ്യുക, ഈ ഒരു 9 പോയിന്റ് സ്കെയിൽ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, എനിക്ക് A കിട്ടി കഴിഞ്ഞാൽ 9 ആയിരിക്കും അവിടെ വരുന്ന ഗ്രേഡ് പോയിന്റ്. ഓക്കെ, ഇനി എനിക്ക് D കിട്ടിയിട്ടുണ്ട്, പിന്നെ അപ്പൊ എന്തായിരിക്കും 6 ആയിരിക്കും അല്ലെ. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് പോയിന്റ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. 9+6+5+ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഡിവൈഡഡ് ബൈ ടോട്ടൽ 5 സബ്ജക്റ്റ് ആണെങ്കിൽ 5. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡ് പോയിന്റ് ആവറേജ് കാണാൻ പറ്റുക അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ഗ്രേഡ് പോയിന്റ് ആവറേജ് കാണാനൊക്കെ ചോദിക്കാം കേട്ടോ. അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് അങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ,
നമ്മൾ യൂഷ്വലി കാണാറുണ്ടല്ലേ ഗ്രേഡ് പോയിന്റ് ആവറേജ് ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പെർസെന്റേജ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേഡ് പോയിന്റ് ആവറേജ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പാറ്റേൺ ആണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഗ്രേഡിങ്ങിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഗ്രേഡിങ്ങിന് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓക്കെ, ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് നോക്കുകയാണെങ്കിൽ 2 ഗ്രേഡ് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്. ആ ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിനെ തന്നെ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ഈ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞില്ലേ സ്റ്റുഡൻസിന്റെ പെർഫോമൻസിനെ നമ്മൾ മാർക്ക് വെച്ചിട്ട് അസൈൻ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള മാർക്സുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡ് എന്നുള്ള രീതിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ഒരു എന്ത് ചെയ്തു, ഇവാലുവേറ്റർ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ഗ്രേഡിങ്ങിന്റെ കേസിൽ evaluator gives most appropriate letter grade to each subject like A, B, C without assigning mark. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മാർക്ക് അസൈൻ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗ്രേഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞില്ലേ എന്താ 90 to 100 വരെ സ്കോർ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ A+ എന്നുള്ള ഒരു ഗ്രേഡ് കൊടുക്കും. അങ്ങനെയാണ് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ചെയ്യാറെന്ന് പറഞ്ഞില്ലേ. ഇനി ആ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യും, മാർക്കൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്രേഡ് മാത്രം കൊടുക്കും. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ മാർക്ക് ആൾ സ്കോർ ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് ഗ്രേഡ് മാത്രമായിരിക്കും കാണാം. എവിടെ യൂഷ്വലി നമ്മൾ ആ ഒരു പാറ്റേണിലുള്ളത് കാണാറ്, നമ്മുടെ കലോത്സവങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഫസ്റ്റ് പ്ലേസ് വിത്ത് A ഗ്രേഡ് അങ്ങനെയല്ലേ ഉണ്ടായിരിക്കുള്ളൂ. ആ കുട്ടി എത്ര മാർക്കാണ് സ്കോർ ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ലെ. അതായത് എത്രയാണോ ആ കുട്ടിക്ക് കിട്ടിയതുള്ള മാർക്ക് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഗ്രേഡിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. കലോത്സവങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അല്ലെ, സെക്കൻഡ് പ്ലേസ് വിത്ത് B ഗ്രേഡ് എന്നോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഗ്രേഡ് ആണ് അവരെന്ത് ചെയ്യുക, സൂചിപ്പിക്കുക, അല്ലാണ്ട് പെർട്ടിക്കുലർ മാർക്ക് അല്ല അല്ലെ. അതാണ് ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്തായിരിക്കും, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് കൂടെ ഉണ്ടായിരിക്കും, മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരിക, ഗ്രേഡിംഗ് വരിക. ഓക്കെ, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗിൽ തന്നെ 2 രീതിക്കുണ്ട്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. അതെന്താണെന്ന് നോക്കാം കേട്ടോ. Absolute grading എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in this type some fixed range of scores is determined in advance for each grade. അതായത് ഈ ഒരു ടൈപ്പിലാണെങ്കിൽ എന്താ സംഭവം, ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് എന്തുണ്ടായിരിക്കും, ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. അതായത് 91 to 100 വരെ സ്കോർ ചെയ്യുന്നവർ A+ ആണ്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഗ്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അതൊരു ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഗ്രേഡിംഗ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് ഓൾറെഡി ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രേഡിംഗ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ടാബുലാർ കോളൊക്കെ എന്താണ്, അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിനാണ്. അതായത് ആ ഒരു എക്സാമിന്റെ ആണ് ഈ ഒരു ടാബുലാർ കോളം എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിൽ 91 to 100 വരെ സ്കോർ ചെയ്തവർക്ക് A+ ആണ് ഗ്രേഡ് കിട്ടുക. അവർക്ക് കൊടുക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ 6 ആണ്. അവരുടെ ഡെസിഗ്നേഷൻ എന്നൊക്കെ പറയില്ല, എക്സലന്റ് ആണ് ആ സ്റ്റുഡന്റിന്റെ. നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുക അല്ലെ, സ്റ്റുഡന്റ് എക്സലന്റ് ആയിട്ട് ഉള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ വെരി ഗുഡ് എന്നുള്ള ആ ഒരു അപ്രിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇത്രയും പാർട്ടാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗിൽ വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെ നോർമലി നമ്മളെ ഇതിലൊക്കെ അല്ലെ SSLC എക്സാമിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. 91 to 100 വരെ സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ A+ ആണ്. അത് ഓൾറെഡി എന്താ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് അല്ലെ. അങ്ങനെയുള്ളതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം മാറിപ്പോകരുത്, ഗ്രേഡിങ്ങിനെ 2 ടൈപ്പായിട്ട് മെയിൻ ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഗ്രേഡിംഗ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പെർട്ടിക്കുലർലി മാർക്കൊന്നും അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് ഗ്രേഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിനൊരു മാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കൂലേ. ആ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് പിന്നെന്തായിരുന്നു, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ് അല്ലെ. ഓക്കെ, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ, എന്താ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗ്രേഡിംഗ് കൊടുക്കുന്നതിനെയാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിലേറ്റീവ് ഗ്രേഡിംഗ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഞാൻ തന്നെ പറയാം അല്ലെ. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അബ്സല്യൂട്ട് ഗ്രേഡിംഗിൽ നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു അല്ലെ. അത് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചതാണ്, അത് മാറൊന്നുമില്ല അല്ലെ. ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഗ്രേഡാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ റിലേറ്റീവ് ഗ്രേഡിംഗിൽ എന്താണ്, അതിന്റെ ക്രൈറ്റീരിയാസ് മേ ബി എന്ത് ചെയ്യാൻ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കും. നമ്മളെ PSC എക്സാമിലൊക്കെ എങ്ങനെയാ അതിന്റെ ഒരു ക്രൈറ്റീരിയ വരിക? നല്ല എളുപ്പമുള്ള എക്സാം ആണെങ്കിൽ അവർ കട്ട് ഓഫ് മാർക്ക് കൂട്ടൂലെ. അതായത് ഇത്ര ആളുകൾ മാത്രം ആയാൽ മതി എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യും, നല്ല എളുപ്പമായിട്ടുള്ള എക്സാമിലൊക്കെ കട്ട് ഓഫ് മാർക്ക് കൂട്ടും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം PSC എക്സാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്കോർ വരെയുള്ളവർക്കൊക്കെ ലിസ്റ്റിൽ വരും. അങ്ങനെ ഇല്ലാതെ ഓരോ എക്സാമിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒന്നിനനുസരിച്ച് റിലേറ്റീവ് ആയിട്ട് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഗ്രേഡിംഗ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ അതൊരു ക്രൈറ്റീരിയം ബേസ്ഡ് ഗ്രേഡിംഗ് സിസ്റ്റം ആണെന്ന് പറയാം. ഇനി റിലേറ്റീവ് ഗ്രേഡിംഗിലാണെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടൈമിലും എന്ത് ചെയ്യാം, മാറിക്കൊണ്ടിരിക്കാതെ. അത് റിലേറ്റീവ് ആണ് റിലേറ്റീവ് ഗ്രേഡിംഗിൽ. ഓക്കെ, റിലേറ്റീവ് ഗ്രേഡിംഗിന് എക്സാമ്പിൾ ആണ് നമ്മുടെ PSC എക്സാമുകളൊക്കെ അല്ലെ. In relative grading, grade ranges vary in times with the relative position of the candidate. അതായത് ഓരോ ആ ഒരു എക്സാം ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിലുള്ള ഓരോ കാൻഡിഡേറ്റിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് ഗ്രേഡിംഗിന്റെ ആ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ എന്ത് ചെയ്യാം, മാറാം അല്ലെ. ഓക്കെ, ഇനി ഇവാലുവേഷൻ ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അതർ. അതിൽ എന്താ ചെയ്യുന്നത്, ഒരാൾ 80 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ സ്കോർ പറയാ അല്ലെ. ഇനി PSC എക്സാം എടുക്കട്ടെ, നമ്മൾ നോർമൽ ക്ലാസ് ടെസ്റ്റുകളൊക്കെ എടുക്കുക. നമ്മൾ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രേഡിംഗ് അസൈൻ ചെയ്യാല്ലേ. എന്താ, 10% A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള 10% സ്റ്റുഡൻസിന് A കൊടുക്കും. പിന്നെ അടുത്ത ലെവലിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവർക്ക് B കൊടുക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലെവലിലല്ല. അതായത് 80 മാർക്സ് ആണ് ടോട്ടൽ ഉള്ളതെന്നുണ്ടെങ്കിൽ 75 മാർക്സ് സ്കോർ ചെയ്തവർക്കും അല്ലെങ്കിൽ അതിന് എപ്പോൾ സ്കോർ ചെയ്തവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, A കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുക, 70ന്റെ മുകളിലുള്ളവർക്കൊക്കെ B കൊടുത്തു. പക്ഷെ അതിനെന്താ, ആ ഒരു ക്രൈറ്റീരിയ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ളതല്ല. ഏറ്റവും നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്തത് 80 ആയിരുന്നു. അപ്പൊ ആ ഒരു 80നെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ളവർക്ക് ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാലേ, നമ്മൾ എക്സാമിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു ഫ്ലോ ചാർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പോർഷന് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണണമെന്നില്ല റിലേറ്റീവ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഒന്നും. പക്ഷെ നിങ്ങളെ എക്സാമിന് എന്തായാലും ഈ ഒരു പാർട്ട് എഴുതാട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് അടുത്തതായിട്ട്. ഗ്രേഡിംഗ് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ്. ഓൾറെഡി 2 ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ്, പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ്, എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ്, എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ്. ഈ 4 കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് അല്ലെ. എന്താ പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ, അസസ്മെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് കവേഴ്സ് ദ പ്രാക്ടീസ് ഡൺ ബൈ ദ സ്റ്റുഡൻസ് ഫോർ സ്പെസിഫിക് ടാസ്ക് അല്ലെ. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കില് ആ കുട്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ അസസ്മെന്റ് ചെയ്യുക. ആ ഒരു ആക്ടിവിറ്റിയാണ് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ, വൈവ, ലാബ് അല്ലേ, ലബോറട്ടറി. നമ്മൾ ലാബിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ, ചില സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ ലാബ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ആൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റുഡന്റിനെ അസസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറയാം. അപ്പൊ പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് നമ്മൾ സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസ് റൂം ഡിസ്കഷൻസിനും കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെ. അതായത് ഇപ്പൊ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത വൈവ അതിലൊരു പാർട്ടാണല്ലോ, ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പാർട്ട് തന്നെയാണ്. പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റിന്റെയും ഒരു പാർട്ടാണ് വൈവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനെയർ ഒക്കെ ചോദിക്കില്ല, അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പാർട്ടാണ് അല്ലെ. പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റും ഫോർമേറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? മെയിൻലി പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടാസ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിനെ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാ? നമ്മുടെ റിട്ടൺ എക്സാമിനേഷൻ, വൈവ, ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് വരും? പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. ഇനി നമുക്ക് മെറിറ്റ്സ് നോക്കാം അല്ലെ. മെറിറ്റ്സ് നോക്കുമ്പോൾ എന്തൊക്കെയാ വരിക? ഇറ്റ് പ്രൊവൈഡ് ഫോർമേറ്റീവ് ഇൻഫോർമേഷൻ അബൌട്ട് ഹൗ ലേണിംഗ് ഈസ് പ്രോഗ്രസിംഗ് അല്ലെ. ഈ ഒരു പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ആൾ ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് ടാസ്കിനെ ബേസ് ചെയ്ത് നമ്മൾ ആളെ അസസ് ചെയ്യുമ്പോൾ ആൾക്ക് വരുന്ന ഇംപ്രൂവ്മെന്റ്സും അല്ലെങ്കിൽ ആൾക്ക് ലേണിംഗിലുള്ള പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഒരു സ്റ്റുഡന്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ആ കുട്ടിയെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം, വിചാരിക്കാം. ഓക്കെ, അതായത് ഒരു സ്റ്റുഡന്റിനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി എത്രത്തോളം പഠിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ആ കുട്ടിക്ക് എത്രത്തോളം അറിയും എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എടുക്കുകയാണ്, ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ലബോറട്ടറിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റിനെ അല്ലെങ്കിൽ ഒരു വൈബ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ആ ഒരു വൈബയിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റിൽ ആ കുട്ടിക്ക് വരുന്ന പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർമേറ്റീവ് ഇൻഫോർമേഷൻ അബൌട്ട് ഹൗ ലേണിംഗ് ഈസ് പ്രോഗ്രസിങ്. ലേണിംഗിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ആ കുട്ടിക്ക് ആദ്യം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, പിന്നെ ആള് 2-3 തവണ മിക്സ് ചെയ്ത് അത് തെറ്റായപ്പോഴാണ് ഈ ഒരു പ്രൊപ്പോർഷനിലല്ല ആ ഒരു ക്വാണ്ടിറ്റി മിക്സ് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് കുറച്ചുകൂടെ എക്സ്ട്രാ മിക്സ് ചെയ്യണം. അതൊക്കെ മനസ്സിലായിട്ട് ആൾ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കൂലേ. അപ്പൊ ആ ഒരു പ്രോഗ്രസിങ്ങും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്താ മെറിറ്റിൽ പറയുന്നത്? അലോ എറർ ടു ബി ഡയഗ്നോസ്ഡ് അല്ലെ. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ 2 സബ്സ്റ്റൻസ് മിക്സ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ആള് ക്യാരി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. രണ്ടിന്റെ പ്രപ്പോർഷന് ആദ്യം ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയപ്പോ മേ ബി ആൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അല്ലെ. പിന്നെ ആൾ എന്ത് ചെയ്യും, അതിന്റെ രണ്ടിന്റെയും ലെവല് ഒന്നല്ലെങ്കിൽ കുറച്ച് നോക്കും, കൂട്ടി നോക്കും. അങ്ങനെ ആൾക്ക് അതിൽ എന്ത് തെറ്റാണ് വരുന്നത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ആളെന്നെ സെൽഫ് അസസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആൾ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കും അറിയാൻ പറ്റൂല ആൾ എത്രത്തോളം ആസ് എ ടീച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇനി വൈവയുടെ കേസ് നോക്കുകയാണെങ്കിൽ എന്താ, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കൂലേ, അപ്പൊ അവർ പ്രോപ്പർ ആയിട്ട് പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ ക്ലൂ ഒക്കെ കൊടുക്കൂലേ, അപ്പൊ ആൾ ഒന്നുകൂടെ നല്ല രീതിക്ക് പറയും. ഓക്കെ, അപ്പൊ ആൾ എന്ത് ചെയ്യും, ആൾക്ക് വന്നിട്ടുള്ള ആ ഒരു ആൻസറിൽ വന്നിട്ടുള്ള എറേഴ്സ് ഒക്കെ ഇങ്ങനെ മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. നെക്സ്റ്റ് പോയിന്റ് എന്താ വരുന്നത്? കമ്പൈൻ പ്രാക്ടീസ്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് അസസ്മെന്റ് അല്ലെ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ്, അസസ്മെന്റ്, ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയാം അല്ലെ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വൈവ തന്നെ എടുക്കാം. നമ്മൾ ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ ആള് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുഴപ്പമില്ല നീ അങ്ങനെ പറഞ്ഞ, നീ ഇത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ആളൊന്നുകൂടെ റീഇൻഫോഴ്സ് ആയിട്ട് ആളെന്ത് ചെയ്യും, വേറെ ലെവലിലുള്ള ആൻസേഴ്സ് നമുക്ക് തരൂലേ. അത് എന്താ മെയിൻ ആയിട്ട് ആ ഒരു ഇതിൽ നടക്കുന്ന പ്രോസസ്സ്? പ്രാക്ടീസ് നടക്കുന്നുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ട്, അസസ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ ഒരു പോയിന്റ് എനിക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ നല്ലത് ലബോറട്ടറി എക്സ്പെരിമെന്റ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ആള് പ്രാക്ടീസ് ചെയ്യും, പിന്നെ ആള് അതിൽ നിന്നും ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആ എറേഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്തിട്ടാണെന്ന് റീഇൻഫോഴ്സ് ആയിട്ട് വീണ്ടും ആളെന്ത് ചെയ്യും, വീണ്ടും ചെയ്യും. അങ്ങനെ ആൾക്ക് അസസ് ചെയ്യാൻ പറ്റൂലേ. അപ്പൊ കമ്പൈൻ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രാക്ടീസ്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് അസസ്മെന്റ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി ഫോർത്ത് പോയിന്റ് എന്താ വരുന്നത്? നോൺ വെർബൽ ആസ് വെൽ ആസ് വെർബൽ റെസ്പോൺസസ് ക്യാൻ ബി അസസ്ഡ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആള് വേർഡ്സിലൂടെയുള്ള ആള് പറയുന്ന കാര്യങ്ങൾ അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആള് ഒരു പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ചെയ്യല്ലേ, അപ്പൊ നമുക്ക് കണ്ടിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് വെറും എന്താ, വെർബൽ മാത്രമല്ല നോൺ വെർബലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ലെവലിലുള്ള ആ സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റിൽ വരുന്നത്. പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറയാം. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പിൽ നോക്കാം അല്ലെ. നെക്സ്റ്റ് ടൈപ്പ് എന്താ? പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ്. അതെന്തായിരിക്കും? ആളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് കുട്ടിയെ അസസ് ചെയ്യാം അല്ലെ. പെർഫോമൻസും പ്രാക്ടീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരിക? പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ആളിൽ വരുന്ന സ്കിൽസിലെ അല്ലെങ്കിൽ പ്രോഗ്രസ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സിനെയൊക്കെയാണ് നമ്മൾ പെർഫോമൻസ് ആയിട്ട് കണക്കാക്കുക അല്ലെ. എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം പോർട്ട്ഫോളിയോ, എക്സിബിഷൻ. അതിലൊക്കെ നമുക്ക് ആളുടെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ആ കുട്ടിക്ക് വന്നിട്ടുള്ള, ആ കുട്ടിയുടെ ലൈഫിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ലേണിംഗിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആൽബം പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് പോർട്ട്ഫോളിയോ അല്ലെ. എക്സിബിഷനും ഏകദേശം ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വരിക അല്ലെ. അതായത് ആ കുട്ടിയുടെ വർക്കുകളൊക്കെ എക്സിബിറ്റ്, ഒരു എന്താ പറയാ, ഒരു ഹാളിലൊക്കെ നമുക്ക് എക്സിബിഷൻ രീതിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ നമുക്ക് കാണിച്ചു തരാം. ആ ഒരു പാർട്ടിലാണ് വരിക അല്ലെ. അതായത് പോർട്ട്ഫോളിയോ, എക്സിബിഷൻ ഒക്കെ പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടിയുടെ സ്കിൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിൽസ് അല്ലെ, റൈറ്റിംഗ് സ്കിൽസ്, അതുപോലെ എന്താ എന്തെങ്കിലും ആർട്ട് ഡ്രോയിങ്ങിനുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താ ഒരു ടോപ്പിക്കിൽ പെർട്ടിക്കുലർ ഡിഫറെന്റ് വേസിൽ വ്യൂ ചെയ്യാനുള്ള സ്കിൽസ്, അനലൈസ് ചെയ്യാനുള്ള സ്കിൽസ്, അങ്ങനെ ഒരുപാട് സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. എത്രത്തോളം അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്സ് ആ കുട്ടി ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോർട്ട്ഫോളിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലെ. ഒരാളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആളെ അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണ് പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറയാം. 2 ടൈപ്സ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് പെർഫോമൻസ് ടാസ്ക് ആൻഡ് എക്സ്റ്റെൻഡഡ് പെർഫോമൻസ് ടാസ്ക്. എന്താണ് റെസ്ട്രിക്റ്റഡ് പെർഫോമൻസ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടിക്ക് ഒരു വർക്ക് കൊടുക്കുകയാണ്, ഇത്ര ടൈമിനുള്ളിൽ നീ എന്ത് ചെയ്യണം, ഈ ഒരു വർക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു അസൈൻമെന്റ് കൺസിഡർ ചെയ്യാം അല്ലെ. ചെറിയ ചെറിയ അസൈൻമെന്റുകളൊക്കെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം കൊടുത്തിട്ട്, ഒരു റെസ്ട്രിക്ഷൻസ്, ഒരു ടൈം പീരീഡിന് ഒരു റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുക. അതായത് ഇത്ര ടോപ്പിക്കുകളൊക്കെയാണ് നീ റെഫർ ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ട് നീ ചെയ്തുകൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ ചെയ്തുകൊണ്ടുവരാം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതാണ് റെസ്ട്രിക്റ്റഡ് പെർഫോമൻസ് ടാസ്ക് എന്ന് പറയുന്നത്. അതായത് അവരുടെ പെർഫോമൻസ് അവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ബൗണ്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് ബൗണ്ടറിയോ ഒക്കെ എന്ത് ചെയ്യുക, കെപ്റ്റ് ചെയ്യുക. അതാണ് റെസ്ട്രിക്റ്റഡ് പെർഫോമൻസ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്താ എക്സ്റ്റെൻഡഡ് പെർഫോമൻസ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലങ്ങനെ പെർട്ടിക്കുലർ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ട് വായിച്ചിട്ട് നീ അതിന്റെ റിവ്യൂ ഒന്ന് എഴുതി കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് റിവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് അതിന്റെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ എഴുതാല്ലേ, ഈ ഒരു ബൗണ്ടറിയിൽ നിന്നിട്ട് തന്നെ എഴുതണം എന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് എക്സ്റ്റെൻഡഡ് പെർഫോമൻസ് ടാസ്ക് വരിക കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ആൾക്ക് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അതൊക്കെയാണ് എക്സ്റ്റെൻഡഡ് പെർഫോമൻസ് ടാസ്കിൽ വരിക. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ അഡ്വാൻറ്റേജസ്? ദേ ക്യാൻ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ഇൻസ്ട്രക്ഷണൽ ഗോൾസ് അല്ലെ. അച്ചീവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആളെ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഗോൾസും കാര്യങ്ങളും, എന്താണ് അവര് ആ ഒരു പാർട്ട് പഠിക്കുന്നതിനോട് ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് അസസിങ് പ്രോസസ് ഓർ പ്രൊസീജിയേഴ്സ് ആസ് വെൽ ആസ് ദ പ്രോഡക്റ്റ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് എന്തായിരുന്നു ആ ഒരു പോർട്ട്ഫോളിയോ എടുക്കുകയാണെങ്കിൽ ആളെ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയായിരുന്നു, അതായത് ഇൻസ്ട്രക്ഷണൽ ഗോൾസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആൾ അത് ചെയ്യാൻ, ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് ആൾ പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് എൻഡ് ആയിട്ട് ആൾക്ക് എന്താണ് അതിൽ വന്നിട്ടുള്ള അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറ്റൂലെ. Okay. Next എന്താ വരുന്നത്, encourage the application of learning to real life situation of performance assessment may result in better അല്ലെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത് എന്ത് ചെയ്യാൻ, അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അവരുടെ റിയൽ ലൈഫുമായിട്ട് അതിന്റെ ലേണിങ്ങിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ് ആണ്. നമ്മളിപ്പോ രണ്ടെണ്ണം പറഞ്ഞു, പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് ആൻഡ് ഫസ്റ്റ് വൺ എന്തായിരുന്നു, പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് അല്ലെ. രണ്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് വെച്ചിട്ടാണ് നമ്മൾ കുട്ടിയെ അസസ് ചെയ്യുന്നത്. പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ചെയ്തിട്ടുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടിയെ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. തേർഡ് വൺ എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ്. എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, യൂസ് ഓഫ് റിസർച്ച് ആൻഡ് തിയറി ടു ഗൈഡ് ദ സെലക്ഷൻ ഓഫ് കൺസ്ട്രക്ട് ദ യൂസ് ഓഫ് ഫോർ എ സ്പെസിഫിക് അസസ്മെന്റ് പർപ്പസ്. അതായത് എന്താ, ഒരു സ്പെസിഫിക് അസസ്മെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു റിസർച്ച് അല്ലെങ്കിൽ എന്താ, അല്ലെങ്കിൽ ഒരു തിയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുട്ടിയെ അസസ് ചെയ്യാം. അതാണ് എന്ത്, എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു
നമ്മൾ എന്തെങ്കിലും ആ സ്റ്റുഡന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു എവിഡൻസ് ഉണ്ടായിരിക്കും. ആ ഒരു എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുട്ടിയെ അസസ് ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ട് കുട്ടിയെ നേരിട്ട് അറിഞ്ഞോണമെന്നില്ല, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് നോക്കിയിട്ട് നമുക്ക് ആ കുട്ടിയെ അസസ് ചെയ്യാൻ പറ്റില്ല. അതായത് മേ ബി കുട്ടിക്ക് ഒരു 2-3 എക്സാംസിൽ സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് അതൊരു എവിഡൻസ് ആയിട്ട് കെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുട്ടിയെ അസസ് ചെയ്യാം. അങ്ങനെയുള്ളതിനൊക്കെയാണ് എന്ത് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റിൽ വരാം. കീപ്പിംഗ് ഓഫ് റെക്കോർഡ് ഈസ് പോസിബിൾ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇനിയിപ്പോ ആ ഒരു കുട്ടി വേറൊരു ഇയറിലോട്ട് പോയി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആളെ ആ ഒരു കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പറ്റൂലേ. അതായത് ഫർദർ ഇവാലുവേഷന് വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആളുടെ എബിലിറ്റീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം അല്ലെ. എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ്. അതെന്താ, എക്സാം നെയിം കേട്ടാൽ തന്നെ അറിയാലേ. അതായത് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ക്യാരി ചെയ്തിട്ടുള്ള ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് കുട്ടിയെ അസസ് ചെയ്യുക. നമ്മൾ സമ്മേറ്റീവ് രീതിക്കൊക്കെ പറയാലേ. അതല്ലെങ്കിൽ നമ്മൾ എക്സാമിനേഷൻസിനെ മാത്രം ബേസ് ചെയ്തിട്ട് കുട്ടിയെ അസസ് ചെയ്യുക. നമ്മൾ ടേം എക്സാം നടക്കുക, അവസാനം പിന്നെ സെമിസ്റ്റർ എക്സാം, ഫസ്റ്റ് നമ്മളൊരു ചാപ്റ്ററിന്റെ എക്സാം നടത്തുക, പിന്നെ ആ ഒരു കംപ്ലീറ്റ് യൂണിറ്റിന്റെ എക്സാം നടത്തുക. അങ്ങനെ ആ കുട്ടിക്ക് വന്നിട്ടുള്ള പ്രോഗ്രസ് എത്രയാണ് എന്നുള്ളത് എക്സാംസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അസസ്മെന്റ് ഡൺ ഓൺ ദ ബേസ് ഓഫ് എക്സാമിനേഷൻ അറ്റൻഡഡ് ബൈ ദ സ്റ്റുഡൻസ്. അതായത് ഒരു കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ കുട്ടിയെ അസസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ആ ഒരു പ്രോസസ്സാണ് എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റിൽ വരുന്നത്. അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാ, കണ്ടിന്യൂസ് അസസ്മെന്റ് ഈസ് പോസിബിൾ. നമുക്ക് ആ ഒരു കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ അറ്റൻഡ് അറ്റ് എ ടൈമിൽ. അതായത് നമുക്ക് ഇപ്പൊ ഈ പോർട്ട്ഫോളിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കുട്ടിയെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ് ആയിക്കോട്ടെ, നമ്മൾ ഒരു കുട്ടിയെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ. ഒരു ക്ലാസ്സിൽ ഒരു 40 to 45 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഓരോ കുട്ടിയുടെയും പോർട്ട്ഫോളിയോ എടുക്കുക, അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. ആസ് എ ടീച്ചർ നമ്മൾ അതിന് അത്യാവശ്യം നല്ല രീതിക്ക് എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷെ ഈ ഒരു എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 45 സ്റ്റുഡൻസിനെ നമുക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും, വാലുവേറ്റ് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ് ഒന്നുകൂടെ വർക്ക് ലോഡൊക്കെ കുറക്കുക, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എന്ത് ചെയ്യാം, ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രീതിക്കൊക്കെ എന്ത് ചെയ്യാം, എടുക്കാം അല്ലെ. പക്ഷെ ഇതിന്റെ ഡിമെറിറ്റ്സ് ആയിട്ട് അപ്പൊ എന്തൊക്കെയായിരിക്കും വരാം, ഓരോ സ്റ്റുഡന്റിന്റെയും പെർട്ടിക്കുലർ ആയിട്ടുള്ള എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ആ ഒരു എക്സാംസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആ കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ. അതായത് ആ ഒരു കുട്ടിയുടെ പ്രൊസീജിയർ, അതായത് ആ കുട്ടി ആ ഒരു കാര്യം പഠിക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള പ്രോഗ്രസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ രീതിക്ക് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയാ, ഒരു 2 എക്സാംസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആ കുട്ടിക്ക് മാർക്ക് കൂടുതലാണെങ്കിൽ ആ കുട്ടി കുറച്ചുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ഓരോ മെത്തേഡ്സിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെറിറ്റ്സും ഡിമെറിറ്റ്സും കൊടുക്കുക അല്ലെ. കാരണം നമുക്ക് എന്താ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിക്കുള്ള അസസ്മെന്റുകളാണ് വരുന്നത് കേട്ടോ. ഇത്രയും പാർട്ടാണ് എന്ത് വരുന്നത്, അസസ്മെന്റില് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ വരുന്നത് അല്ലെ. ടൈപ്പ് ഓഫ് അസസ്മെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്കിനെ ബേസ് ചെയ്തിട്ട്, ഒരു പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ, നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നത്, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഇനി പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഒരു സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അസസ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് എന്ന് വരിക അല്ലെ. ഇനി എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ് എന്താ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്മൾ ഓൾറെഡി കെപ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സെമിനാർ പറ്റുണ്ടാവില്ല, എന്തെങ്കിലും ഒരു പ്രൊജക്ടിന്റെയോ അങ്ങനെ എവിഡൻസ് ആയിട്ടുള്ള തിയറിറ്റിക്കലി എവിഡൻസ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ഡാറ്റാസ് ബേസ് ചെയ്തിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതാണ് അല്ലെ. ഇനി എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ് എന്താ, ആ കുട്ടി ഒരു സ്റ്റുഡന്റിനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് ചെയ്തിട്ടുള്ള എക്സാംസിന്റെ ഒക്കെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുട്ടിയെ അസസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ് അല്ലെ. ഇത്രയും ടൈപ്സ് ആണ് അസസ്മെന്റിൽ വരുന്നത്. പിന്നെ സമ്മേറ്റീവ് ഒരു ഔട്ട്ലുക്ക് എന്നുള്ള രീതിക്ക് സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഒരു ക്ലാസ് റൂമിൽ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രാക്ടീസസുകൾ ഏതൊക്കെയാ, ഡയലോഗ്സ് വരുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ കുട്ടി ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും,
പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ നമ്മൾ അത് മനസ്സിലാക്കാറുണ്ട് അല്ലെ. അതായത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പോർഷൻ എടുത്താൽ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ വരിക അല്ലെ. ഇനി എന്താ സെക്കൻഡ് പാർട്ട്, ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ് അല്ലെ. നമ്മൾ മാർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിക്ക് ഒരു മാർക്ക് അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടിയെ എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് മനസ്സിലാക്കാം അല്ലെ, എത്രത്തോളം ആള് ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റ് ആണ് അല്ലെ. അതായത് ഒരു സ്റ്റുഡന്റ് തന്നെ എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് അല്ലേ. ഇപ്പൊ ഞാനാണ് സ്റ്റുഡന്റ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ അസസ് ചെയ്യാം. ആ ഒരു രീതിക്ക് എനിക്ക് എന്ത് ചെയ്യാം, ക്ലാസ് റൂമിൽ അസസ്മെന്റ് നടത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ ഒപ്പം പഠിക്കുന്ന എന്റെ സെയിം ഏജ് ഗ്രൂപ്പിൽ വരുന്ന എന്റെ ഫ്രണ്ട്സിനെ എന്നെ അസസ് ചെയ്യാം അല്ലെ. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് റൂം സെറ്റപ്പിൽ അസസ്മെന്റ് നടത്താം. പിന്നെന്താ, ലാസ്റ്റ് വൺ ആണ് ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക് എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം ഡയലോഗ്സ്. ഇത് ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ സംഭവം, ഒരു ക്ലാസ് റൂം സെറ്റപ്പില് ഈ അസസ്മെന്റ് ഒരു കുട്ടിയെ നമ്മൾ മനസ്സിലാക്കാൻ എന്തൊക്കെ പ്രാക്ടീസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ഓഫ് അസസ്മെന്റ് ഇൻ ക്ലാസ് റൂം. ഫസ്റ്റ് വൺ പോവാം അല്ലെ, ഡയലോഗ്സ്. ഡയലോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് യൂഷ്വലി അറിയുന്ന കാര്യമാണ്. ഇൻസ്ട്രക്ഷണൽ ഡയലോഗ്സ് ആർ വെർബൽ encounters which means either the teacher and students or among the students അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ കുട്ടികൾ പരസ്പരം എന്ത് ചെയ്യുക, അസസ് ചെയ്യുക അല്ലെ. ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ തന്നെ ആവണമെന്നില്ല, സ്റ്റുഡന്റും തമ്മിൽ ഡയലോഗ് ത്രൂ അസസ് ചെയ്യുക അല്ലെ. അതായത് എത്രത്തോളം പഠിച്ചു, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ ആൻസർ പറയുന്നുണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് ത്രൂ അസസ് ചെയ്യാൻ, എത്രത്തോളം ആ ഒരു ടോപ്പിക്കിൽ ഓക്കെ ആണെന്നുള്ള കാര്യം അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ടീച്ചറിനും എന്ത് ചെയ്യാം, സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഡയലോഗ് ത്രൂ അവർക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം ആ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എത്രത്തോളം ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം അല്ലെ. അതിൽ ഏതൊക്കെയാ വരിക, അതിന്റെ ഡിഫറെന്റ് എന്താ വേസിൽ നമുക്ക് ചെയ്യാം അല്ലെ. ക്രിട്ടിക്കൽ ഡിസ്കഷൻസ് ത്രൂ ചെയ്യാം, റിഫ്ലക്റ്റീവ് ഡയലോഗുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രസന്റേഷനിലൂടെ നമുക്ക് ചെയ്യാം, ഗ്രൂപ്പ് അസസ്മെന്റിലൂടെ നമുക്ക് ചെയ്യാം, നെറേറ്റീവിലൂടെ ചെയ്യാം, പ്രൊഫഷണൽ കോൺവേഴ്സേഷൻ വഴി ചെയ്യാം, ഡയലോഗ്സ് വിത്ത് എവിഡൻസ് വെച്ചിട്ട് ചെയ്യാം, സ്റ്റോറി ടെല്ലിംഗ്. ഈ ഒരു മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയലോഗ് ത്രൂ നമുക്കൊരു സ്റ്റുഡന്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ വെർബൽ വേയിൽ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റുഡൻസും തമ്മിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലോ വെർബൽ വേയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആൾ അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡയലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ് അല്ലെ. ഈ ഒരു പാട്ടിൽ എങ്ങനെയാ വരിക, മാർക്കിംഗ് ഈസ് എ ടൂൾ ഫോർ അസസിങ് സ്റ്റുഡൻസ് വർക്ക് ആൻഡ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് അബൌട്ട് ദിയർ പ്രോഗ്രസ് അല്ലെ. മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു കുട്ടിയുടെ വർക്കിന് നമ്മൾ എന്ത് ചെയ്യുക, അസസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ പ്രോഗ്രസിനെയൊക്കെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാണ് അല്ലെ. അതാണ് മാർക്കിംഗ് എന്ന് പറയുന്നത്. മാർക്കിംഗ് എന്നുള്ളത് അതിനുള്ള ഒരു ടൂൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. The principal purpose of marking is to provide students with the feedback on their performance. സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ പെർഫോമൻസിന്റെ ലെവൽ അനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ മാർക്കിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിന്റെ ഒരു പർപ്പസ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വേറൊരാൾക്കും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, എത്രത്തോളാണ് ഈ കുട്ടി ഓക്കെ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂല. അതൊക്കെ ഒരു എളുപ്പമായിട്ടുള്ള ഒരു ഇതായിട്ട് മാറും. സ്റ്റുഡൻസ് വിൽ ബി ഗ്രേഡഡ് ഓർ മാർക്ക് ഡിപ്പെൻഡിങ് ഓൺ ദിയർ പെർഫോമൻസ്. കുട്ടികൾ എന്ത് ചെയ്യാണ്, അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യുന്നത് അല്ലെ. മാർക്ക് ഷുഡ് റിഫ്ലക്ട് ദ അക്കാദമിക് അച്ചീവ്മെന്റ്സ് വെൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അക്കാദമിക് സബ്ജക്ട്. മാർക്ക് എന്ത് ചെയ്യണം, ആൾക്ക് ഓരോ സബ്ജക്റ്റിലും വന്നിട്ടുള്ള അക്കാദമിക് ഓരോ സബ്ജക്റ്റിലും വന്നിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ എന്ത് ചെയ്യണം, റിഫ്ലക്ട് ചെയ്തിരുന്നതായിരിക്കണം. ഓക്കെ, ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയെ അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേസ് ആണ് അല്ലെങ്കിൽ മെത്തേഡ്സുകളെ കുറിച്ചിട്ടാണ്. ഡയലോഗ്സ് ത്രൂ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കിംഗ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് അസസ് ചെയ്യാൻ പറ്റൂല, കുട്ടികളെ അസസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പാർട്ടാണ് പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ നമുക്ക് കുട്ടികളുടെ അസസ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ അസസ്മെന്റിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ തന്നെ യൂസ് ചെയ്യാം. അതായത് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം,
അവരുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാം, അസസ്മെന്റ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അസസ് ചെയ്യാം, സെൽഫ് അസസ്മെന്റ് അല്ലെ. Peer assessment is a process wherein students individually assess and grade each other's assignments or test paper based on predetermined list of criteria. അതായത് ചില ക്രൈറ്റീരിയ ടീച്ചേഴ്സ് പറയാൻ എന്താണ്, ഓക്കെ, പിയർ അസസ്മെന്റ് ആൻഡ് സെൽഫ് അസസ്മെന്റ് അല്ലെ. Okay, it refers to one student assessing the other students. ഇത് പിയർ അസസ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് പിയർ സ്റ്റുഡന്റ് എന്താണ്, ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് ഒപ്പമുള്ള കുട്ടികളെ തന്നെ എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പിയർ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോറി. ഇനി ഈ പിയർ അസസ്മെന്റിൽ വരുന്നത് ഏതൊക്കെയായിരിക്കും? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറില്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ സാർ എന്ത് ചെയ്യും, കുറച്ച് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വായിക്കും, എന്നിട്ട് എല്ലാവരോടും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പേപ്പേഴ്സ് തമ്മിൽ അവർ റൊട്ടേറ്റ് ചെയ്യും. അതായത് എല്ലാ പേപ്പേഴ്സും കണക്ട് ചെയ്തിട്ട് റാൻഡം ആയിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, ആൻസർ പറഞ്ഞു കൊടുക്കും, സ്റ്റുഡൻസിനെ മാർക്ക് ചെയ്യും അല്ലെ. ആ ഒരു രീതിക്കൊക്കെ നമ്മൾ ചെയ്യാറില്ല അസസ്മെന്റ്. അതൊക്കെ എന്താണ്, പിയർ അസസ്മെന്റിൽ വരുന്ന പാർട്ടാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാം. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ എക്സാം ബേസ് ചെയ്തിട്ട് തന്നെ ആവണമെന്നില്ല, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പിയർ അസസ്മെന്റ് ചെയ്യാം. ഇങ്ങനെ ഡിഫറെന്റ് വേസിൽ നമുക്ക് ക്ലാസ് റൂം സെറ്റപ്പിൽ പിയർ അസസ്മെന്റ് ചെയ്യാം അല്ലെ. ഇനി എന്താ സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പിയർ അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സെൽഫ് അസസ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കാം. പിയർ അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്, ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് ഇന്റർപേഴ്സണൽ സ്കിൽസ് അല്ലെ. അതായത് നമ്മുടെ സെയിം ലെവലിലുള്ള അല്ലെങ്കിൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, രണ്ടാളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യൂലേ. അതുകൊണ്ട് തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിയർ അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഗിവ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ടു ഹെൽപ്പ് ടു ക്ലാരിഫൈ അസസ്മെന്റ് ക്രൈറ്റീരിയ അല്ലെ. അത് ഇങ്ങനെ ഓരോ സ്റ്റുഡൻസ് തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ അസസ്മെന്റ് നടത്തുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പിയർ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ പ്രൊവൈഡ് ചെയ്യും, എല്ലാവരോടും ആൻസർ ചെയ്യാൻ പറയും, എന്നിട്ട് അത് കളക്ട് ചെയ്ത് റാൻഡം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കുട്ടികളോട് തന്നെ മാർക്ക് ഇടാൻ പറയുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ടീച്ചർ പറയൂലേ, ഈ ഒരു ക്വസ്റ്റ്യന് ഇത്ര പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഫുൾ മാർക്ക് കൊടുക്കുക, 2 പോയിന്റ്സ് ആണ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്ര മാർക്ക് അതിൽ നിന്ന് കുറക്കുക. ആ ഒരു ലെവലിൽ ടീച്ചർ എന്ത് ചെയ്യും, മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, ഏത് ബേസിന് എന്ത് ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് അസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെ. അപ്പൊ കുട്ടികൾക്ക് എന്ത് മനസ്സിലാവും, ഓ ഇങ്ങനെ ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഞാനൊരു 6 പോയിന്റെങ്കിലും എഴുതണം, അപ്പൊ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ആ ഒരു കാര്യം കുട്ടികളുടെ മൈൻഡിൽ ഫീഡ് ആവൂലേ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഓരോ അസസ്മെന്റിന്റെയും ക്രൈറ്റീരിയാസിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിയർ അസസ്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ, റെഡ്യൂസ് ദ മാർക്കിംഗ് ലോഡ് ഓഫ് ടീച്ചർ അല്ലേ. ടീച്ചർക്ക് എളുപ്പമാണ്, ടീച്ചർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡൻസ് തന്നെ എല്ലാവരും പേപ്പർ നോക്കുന്നുണ്ട്, ടീച്ചർക്ക് ആ ഒരു ലോഡ് ഇല്ലേ, ആ ഒരു വാല്യുവേഷന്റെ ആ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇറ്റ് സേവ്സ് ട്യൂട്ടോറിയൽ ടൈം അല്ലെ. ഇനി പിയർ അസസ്മെന്റിൽ എന്ത് ചെയ്യും, ട്യൂട്ടോറിയൽ ടൈം ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് ദ എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെന്റ് അല്ലെ. ഇത് എന്ത് ചെയ്യും, കുട്ടികളിൽ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഒക്കെ, ഇങ്ങനെയാണ് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഇങ്ങനെ. ഇനിയിപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമിന്റെ ബേസിൽ നിങ്ങൾക്ക് എക്സാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് മാത്രം ആയിക്കോണമെന്നില്ല അല്ലെ. നമുക്ക് പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കാം, അതൊക്കെ പിയർ അസസ്മെന്റ് ആണല്ലേ. അപ്പൊ ഒരു കുട്ടിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ജഡ്ജ്മെന്റുകളൊക്കെ മേക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ത് ചെയ്യും, സ്റ്റുഡൻസിന് ഡെവലപ്പ് ചെയ്തെടുക്കും അല്ലെ. അതായത് അവരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അപ്പം എങ്ങനെയാണ് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരറിയാതെ തന്നെ എന്ത് ചെയ്യും, അവര് വേറൊരു എക്സാമോ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യനെ ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ അത് ഫേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റുഡന്റിന്റെ കേസിൽ വന്നുകൊണ്ടിരിക്കും അല്ലെ. ഓക്കെ, ഇനി എന്തൊക്കെയാ ഡിസഡ്വാൻറ്റേജസ് വരിക, സ്റ്റുഡന്റ് മേ ലാക്ക് ദ എബിലിറ്റി ടു വാലുവേറ്റ് ടീച്ച് അതർ അല്ലെ. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ബാക്കിയുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിക്കോളന്നില്ല അല്ലെ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എന്താ വരുന്നത്,
സ്റ്റുഡൻസ് വിൽ ഹാവ് ദ ടെൻഡൻസി ടു അവാർഡ് എവ്രി വൺ ദ സെയിം മാർക്ക് അല്ലെ. ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ചങ്കുകളുണ്ടായിരിക്കും. അതായത് നല്ല ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കുട്ടിന്റെ പേപ്പറേക്കാരം നമുക്ക് കിട്ടുക. അപ്പൊ ആൻസർ തെറ്റായി എഴുതിയാലും ചിലപ്പോൾ എന്ത് ചെയ്യും, അവന്റെ ഫ്രണ്ട് അല്ലേ എനിക്ക് മാർക്ക് കുറക്കണ്ട, ടീച്ചർ നോക്കുന്നുണ്ടാകാന്ന് വിചാരിച്ചിട്ട് മാർക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുക അല്ലെ. അതായത് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവനെന്നോളം അങ്ങനെ കാട്ടിയില്ലായിരുന്നോ, അവൻ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം, മാർക്ക് റെഡ്യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ, സ്റ്റുഡൻസിന് അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമുക്കത് പ്രോപ്പർ ആയിട്ട് ആ ഒരു മാർക്കിംഗ് സിസ്റ്റം നമ്മൾ ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. അതായത് പേഴ്സണൽ ബയാസ് ഒക്കെ അതിൽ വരാം. ഓക്കെ. അഡീഷണൽ ബ്രീഫിംഗ് ടൈം ക്യാൻ ഇൻക്രീസ് ടീച്ചേഴ്സ് വർക്ക് ലോഡ് വിത്തൗട്ട് ലെക്ചർ അല്ലെ. അതായത് ടീച്ചർ ഇപ്പൊ പറഞ്ഞു കൊടുത്തു, അതായത് ഈ ഒരു എക്സാം പേപ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിൽ ഫസ്റ്റിന് മാർക്ക് കൊടുക്കേണ്ടത് 5 പോയിന്റ് എഴുതിയാല് നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാം. അപ്പൊ ചിലപ്പോ അപ്പുറത്തുള്ള കുട്ടി ചോദിക്കില്ലേ, മിസ് ഇവര് 5 പോയിന്റ് എഴുതിയിരുന്നു, പക്ഷെ ആ ഒരു പോയിന്റിൽ കുറച്ചേ ഉള്ളൂ, അപ്പൊ അവന് മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? വേറെ ഉള്ളവർക്ക് വേറെ ഡൗട്ട് ആയിരിക്കും. അങ്ങനെ എന്തായിരിക്കും, ഓരോ സ്റ്റുഡൻസിനും ഓരോ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേക്കും ടീച്ചർക്ക് തന്നെ തോന്നില്ല ഇതിന് നല്ല ഞാൻ തന്നെ നോക്കായിരുന്നു എന്നുള്ള. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടില്ലെങ്കിൽ അത് വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യുന്നതിന് പകരം വർക്ക് ലോഡ് കൂട്ടുകയാണ് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്റർവെൻഷൻ ലെക്ചർ ഇന്റർവെൻഷൻ സ്റ്റുഡൻസ് മേ മിസ്ഇൻഫോം ഈച്ച് അതർ അല്ലെ. അതായത് അതന്നെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് പിയർ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് ടീച്ചർക്ക് വർക്ക് ലോഡ് കൂട്ടുക ചെയ്യാം. അതായത് പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയാണ് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും, ഈ ഒരു പോയിന്റ് തെറ്റാണോ, അപ്പൊ ടീച്ചറിന് ഒന്നും കൂടെ കാണിക്കേണ്ടി വരും. അപ്പൊ ടീച്ചറിനെ തോന്നില്ലേ ഇന്നലെ ഞാൻ തന്നെ നോക്കിയിരുന്നു എന്നുള്ള. അങ്ങനെയുള്ള വർക്ക് ലോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല അല്ലെ. പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്ന് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിയർ അസസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പിയർ അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വരുന്നത് കേട്ടോ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, എന്താണ് പിയർ അസസ്മെന്റ് എന്നുള്ളത് കൊടുക്കുക, അതിന്റെ എന്ത് ചെയ്യുക, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക, പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ടാബ്ലാർ ഫോൾ ആക്കിയിട്ടും കൊടുക്കാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടാബിളൊക്കെ എല്ലാ ആൻസറിലും ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെറുതെ എസ്സേ പോലെ എഴുതാണ്ടേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോ ചാർട്ട് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ എക്സാമിന് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സിലബസിൽ തന്നെ പറയുന്നുണ്ട്, അതായത് മൈൻഡ് മാപ്പ്, ടാബ്ലർ കോളം, അതിനൊക്കെ എക്സ്ട്രാ മാർക്ക് ഉണ്ടെന്നുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പിയർ അസസ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് സെൽഫ് അസസ്മെന്റ് അല്ലെ. എന്താ സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് ഡ്യൂറിംഗ് വിച്ച് സ്റ്റുഡൻസ് റിഫ്ലക്ഷൻ ആൻഡ് ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് ദിയർ വർക്ക്സ് ആൻഡ് ദിയർ ലേണിംഗ്. അതായത് ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടിയെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ. ഞാനിപ്പോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ടാണ് നിന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നിപ്പോ മിസ് എടുത്തതിൽ ഇപ്പൊ എനിക്ക് എന്താ മനസ്സിലായത്, മിസ് എടുത്ത കാര്യങ്ങളൊക്കെ എനിക്ക് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് സെൽഫ് അസസ് ചെയ്യാം, ഞാൻ എന്നെ തന്നെ അസസ് ചെയ്യാം. ആ ഒരു പ്രോസസ്സാണ് സെൽഫ് അസസ്മെന്റ് വരിക. Okay, self-assessment is the process of looking at oneself in order to assess the aspects that are important to one's identity. It is one of the motives that drives self-evaluation along with the self-verification and the self-enhancement. ഇതിൽ ഏതൊക്കെ പ്രോസസ്സാണ് നടക്കുക സെൽഫ്-അസസ്മെന്റിൽ? സെൽഫ്-ഇവാലുവേഷൻ നടക്കും, സെൽഫ്-വെരിഫിക്കേഷൻ നടക്കും, സെൽഫ്-എൻഹാൻസ്മെന്റ് നടക്കും. എന്താ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരിക? സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എനിക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായി എന്നുള്ളത് നമുക്ക് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യൂല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ കേട്ടതിന് ശേഷം ഞാൻ അതിന്റെ ആൻസർ മനസ്സിൽ ഓർത്തിട്ട് വെരിഫൈ ചെയ്യണം അല്ലെ. ഓക്കെ, ഞാനിത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ സെൽഫ് വെരിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സെൽഫ് എൻഹാൻസ്മെന്റും ആ ഒരു പ്രോസസ്സിൽ, സെൽഫ് അസസ്മെന്റ് എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നുണ്ട് അല്ലെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിയർ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ അസസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് നമ്മൾ അസസ് ചെയ്യുക, അതാണ് പിയർ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെ. ഇനി സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുട്ടി ഒരു സ്റ്റുഡന്റ് അവരെ തന്നെ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക അല്ലെ. അതാണ് സെൽഫ് അസസ്മെന്റിൽ വരിക. സെൽഫ് അസസ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ഒരു പാർട്ടായിട്ട് കൂട്ടാം. സെൽഫ് അസസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അല്ലെ. എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുക? നമ്മൾ സെൽഫ് അസസ് ചെയ്തു, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്ത് എനിക്ക് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സെൽഫ് അസസ് ചെയ്യുമ്പോൾ ഇൻ കേസ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യാം, പിയർ അസസ്മെന്റ് നടത്താൻ. അതായത് എന്റെ അടുത്തിരിക്കുന്ന കുട്ടിനോട് ചോദിക്കാം, എനിക്ക് ഈ ഒരു പാർട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല, ഇതൊന്ന് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചാൽ അത് പിയർ അസസ്മെന്റ് ആയില്ലേ, അല്ലെങ്കിൽ പിയർ കോ ലേണിംഗ് എന്നൊക്കെ പറയാതെ നമുക്ക് ആളോട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് ആളുടെ ഒപ്പീനിയനും കൂടെ അറിഞ്ഞിട്ട് ആളോട് ചോദിച്ചിട്ട് നമ്മൾ പഠിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെന്റ്, ലേണിംഗിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടീച്ചറോട് ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് അസസ് ചെയ്ത് നമ്മുടെ ലേണിംഗിലുള്ള ഡ്രോബാക്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലേണിംഗ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് സെൽഫ് അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയാ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്? ഡെവലപ്പ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഓക്കെ, അതെന്ത് ചെയ്യും, ഒന്നുകൂടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗിൽ, അതായത് സ്റ്റുഡന്റിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ, അല്ലെങ്കിൽ അവർക്ക് പെർട്ടിക്കുലർലി ഒരു ഏതെങ്കിലും ടോപ്പിക്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് അവരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് ലെവലിലോട്ടാണ് അവർക്ക് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ അസസ്മെന്റ് ക്രൈറ്റീരിയ, ഇൻക്രീസ് സ്റ്റുഡൻസ് മോട്ടിവേഷൻ, encourage students involvement, responsibility and independence, focus on development of students' judgmental skills, encourage students ownership of learning, provide information for goal setting. അതായത് സെൽഫ് അസസ്മെന്റ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ എന്നെ തന്നെ അസസ് ചെയ്യുമ്പോൾ എന്റെ ഡ്രോബാക്കുകൾ അല്ലെങ്കിൽ എന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവാണ്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ജഡ്ജ്മെന്റൽ സ്കിൽസ് അല്ലെങ്കിൽ സെൽഫ് ലേണിങ്ങിനുള്ള സ്കിൽസ്, അങ്ങനെ ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗോൾ ഓറിയന്റഡ് ലേണിംഗ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരിക? ബ്രീഫിംഗ് ടൈം ക്യാൻ ഇൻക്രീസ് ടീച്ചേഴ്സ് വർക്ക് ലോഡ് അല്ലെ. അതായത് ടീച്ചേഴ്സ് ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു, ആ കുട്ടി സെൽഫ് അസസ് ചെയ്ത് പോരാന്ന് പറഞ്ഞു, വീണ്ടും ടീച്ചറോട് ചോദിക്കുക. അപ്പൊ ഓരോന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യാം അല്ലെ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്ലൈ ഇൻ ലോവർ ലെവലിലെ. സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞ സംഭവം ലോവർ ലെവലില് നമ്മൾ പ്രീ സ്കൂളുകളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റൂല അല്ലെ. കാരണം അവർക്ക് അറിയില്ല ഏത് ലെവലിലോട്ടാ പഠിക്കേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് അറിയണം അല്ലെ, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഏജ് എത്തിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ നമുക്ക് സെൽഫ് ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഇതാക്കാൻ പറ്റുള്ളൂ. മേ ബി അത് നമ്മൾ ലോവർ ക്ലാസ്സുകളിലൊക്കെ അപ്ലൈ ചെയ്ത് എന്താ പറ്റുക, അവരുദ്ദേശിക്കാത്ത രീതിയിൽ, അതായത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള വേ അല്ലാതെ അവരെന്ത് ചെയ്യും, പഠിച്ചു പോകും. അപ്പൊ അതെന്ത് ചെയ്യാ, അവര് പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിരിക്കില്ല, അവർ അതിന് ചൂസ് ചെയ്ത മെത്തേഡുകളൊന്നും എന്തായിരിക്കില്ല, ഓക്കെ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ലോവർ ലെവലുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ഇഫ് നോട്ട് പ്ലാൻഡ് അഡിക്വേറ്റ്ലി അല്ലെ. പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് ഇല്ല, പ്രോപ്പർ ആയിട്ട് ഏത് ലെവലിലാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു ടൈം കൺസ്യൂമിങ് ഉള്ള ഒരു പ്രോസസ്സായി മാറൂല. ഒരുപാട് ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇപ്പം എനിക്കൊരു ടോപ്പിക്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അറിയില്ല ഏത് ബുക്കാണ് അതിന് വേണ്ടി പഠിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാ ബുക്സും റെഫർ ചെയ്തുകൊണ്ടിരിക്കുക, വലിയ ബുക്കുകളൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ടല്ല ഞാൻ പോകുന്നല്ലേ. ഞാൻ എന്ത് ചെയ്യണം, ടീച്ചറോട് ചോദിക്കണം, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കാൻ ഏത് ബുക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചറോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സെൽഫ് ലേണിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സെൽഫ് അസസ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ടാണ് സെൽഫ് അസസ്മെന്റ് ആൻഡ് പിയർ അസസ്മെന്റ് എന്നുള്ള പാർട്ടിൽ വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ, 5 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ് അല്ലെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെയിം കണ്ടാൽ തന്നെ അറിയാവുന്ന പാർട്ടായിരുന്നു. പിയർ അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായിരിക്കും ഈ ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാല്? നമുക്ക് നെയിം ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം അല്ലെ. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു ഇയറിന്റെ എൻഡിലൊക്കെ നടക്കുന്ന സംഭവം അല്ലെ. അതായത് നമ്മൾ ആനുവൽ എക്സാംസ് ഒക്കെ അല്ലെ, അതിന് എന്ത് ചെയ്യുക, ഫോർമേറ്റീവായി യൂസ് ചെയ്യാം. അതായത് ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രേഡിലുള്ള
കാര്യങ്ങൾ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് വ്യൂസ് അല്ലെ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഫോർമേറ്റീവ് അതായത് ഡ്യൂറിങ് ക്ലാസ് ടൈമിലൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 8th സ്റ്റാൻഡേർഡിന്റെ മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ആ 8th സ്റ്റാൻഡേർഡ് കേട്ടോ, നമ്മുടെ 9th സ്റ്റാൻഡേർഡ് എടുക്കാം. ഓക്കെ, നമുക്കറിയുന്ന കാര്യമല്ലേ, 9th നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്കിനെ ബേസ് ചെയ്തിട്ട് 10th സ്റ്റാൻഡേർഡിന് നമ്മൾ എന്ത് ചെയ്യും, പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, ക്ലാസ് ഡിവിഷൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതായത് നല്ല A+ കിട്ടുന്ന ഉറപ്പുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, A എന്ന് പറഞ്ഞിട്ട് ബാച്ചിലിടും. ഇനി ഏറ്റവും കുറവുള്ള കുട്ടികളെ എന്ത് ചെയ്യും, വേറൊരു ഗ്രേഡിലൂടെ എല്ലാവരെയും കൂടി എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ അവരെന്ത് ചെയ്യും, 9th സ്റ്റാൻഡേർഡിൽ സ്കോർ ചെയ്തതിന്റെ ബേസിൽ 10th സ്റ്റാൻഡേർഡിൽ ഡിഫറെന്റ് ക്ലാസ്സുകളാക്കാം. എന്തിനു വേണ്ടിയിട്ടാ, ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. കാരണം എല്ലാ ലെവലിലുള്ള കുട്ടികൾക്കും 10th ലെവലിൽ ഒരു ക്ലാസ് കിട്ടാനുള്ള പ്രശ്നം എന്താ, ടീച്ചർ ഒരു ടോപ്പിക്ക് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഔട്ട്ലുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പോകില്ലേ. A+ കിട്ടുന്ന ഉറപ്പുള്ള കുട്ടികൾക്ക് എന്തായിരിക്കും, അത് പ്രശ്നം ഉണ്ടായിരിക്കില്ല, അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ജയിക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെ എന്ത് ചെയ്യും, 9th സ്കോർ ചെയ്ത മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 10th സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സുകളായിട്ടിരിക്കും. ഏറ്റവും ലോവർ ലെവലിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നല്ല ബേസ് മുതൽ തന്നെ ക്ലാസ് എടുത്ത് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ പ്രോപ്പറായിട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കൂലെ, പ്രോപ്പറായിട്ട് എക്സാം ഒക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും. ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത് തന്നെയാണ് എന്ത് ചെയ്യുക, ഇത് വരുന്നത് കേട്ടോ. അതായത് ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷനെ യൂസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്, ഒരു സ്റ്റുഡൻസിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മേറ്റീവ് ഇവാലുവേഷനെ യൂസ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ 9th സ്റ്റാൻഡേർഡിന്റെ എൻഡിൽ നടത്തിയിരുന്ന സമ്മേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്, 10th സ്റ്റാൻഡേർഡിൽ കുട്ടികളുടെ പെർഫോമൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സമ്മേറ്റീവ് അസസ്മെന്റ് ഈസ് ദ അസസ്മെന്റ് ദാറ്റ് ഇൻവോൾവ്സ് ആൻ ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് റിസൾട്ടിംഗ് ഇൻ എ ഗ്രേഡ് ഓർ സർട്ടിഫിക്കേഷൻ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു കുട്ടികളുടെ റിസൾട്ടിനെ നമ്മളൊരു ഗ്രേഡോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയാം. അതായത് ആനുവൽ എക്സാമിലൊക്കെ നമ്മൾ മാർക്കിനൊക്കെ ഗ്രേഡിംഗ് സിസ്റ്റം വെച്ച് അസൈൻ ചെയ്യുന്നത്. Both formative and summative assessment have vital role in the education of students, and although on the surface they may not seems to have much in common, there are identified ways they can work together to improve students' learning. നമ്മൾ യൂഷ്വലി നോക്കുമ്പോൾ സമ്മേറ്റീവ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്, രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പറയുന്നത്. Making formative use of summative assessment means using information derived from summative assessment to improve future students' performance. അതായത് കുട്ടികളുടെ ഫ്യൂച്ചർ സ്റ്റുഡൻസ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റിനെ യൂസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, ചാപ്റ്റർ പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.